الله أكبر 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 الله أكبر. അപ്പോൾ ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയായി. അപ്പോൾ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ നോമ്പിന് നമ്മൾ ഈദിൻ്റെ കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. കുറേ കൊറിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചെയ്ത സപ്പോർട്ടിന് ഭയങ്കരമായിട്ട് നന്ദി പറയുന്നു. ഇപ്പോൾ നമ്മൾ ഈദിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മളെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുകയാണ് നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ നമ്മൾ ഈദ് സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് പള്ളിയിൽ പോക്ക് വെച്ചാണ്. അപ്പോൾ നമ്മൾക്ക് നേരത്തെ പോകുന്നുണ്ടായിരുന്നു, കാരണം 8 മണിയാകുമ്പോഴത്തേന് നിസ്കാരം തുടങ്ങുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 7 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂര്യനെ കുതിച്ച് നല്ല അടിപൊളിയായിട്ട് വരുന്നൊരു സമയമായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഖബറുകളൊക്കെ പോകാനുണ്ടായിരുന്നു. ഉമ്മ മരിച്ചിട്ട് 3 വർഷമായി. അതുപോലെ തന്നെ പെങ്ങൾ മരിച്ചിട്ട് 3 വർഷമാണ്. ഇക്ക മരിച്ചിട്ട് മൂത്തക്ക മരിച്ചിട്ട് 13 വർഷം കഴിഞ്ഞ്. അപ്പോൾ ഇവരെ 3 ഖബറിങ്ങൾക്ക് പോകണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയിരിക്കുന്നത്. നമ്മളെ മഹലിൽ വരുന്നത് മാരായംകുന്ന് മഹലിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പോയി ആദ്യം തന്നെ ഖബറിങ് പോയിട്ട് നിസ്കാരത്തിന് ജോയിൻ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാരണം എല്ലാവരും എത്തുന്നതായിട്ട് മുന്നേ തന്നെ നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ടായിരുന്നു. പള്ളിയിലെത്തി ഖബർ സിയാറത്തൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ജുമാക്ക് വേണ്ടിയിട്ട് കയറിയത്, പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത്. മാരായംകുന്ന് പള്ളി എന്ന് പറയുന്നത് വലിയൊരു മഹലാണ് കേട്ടോ. മഹലിൻ്റെ കീഴിൽ തന്നെ ഒരുപാട് ജുമാ നടക്കുന്ന പള്ളികൾ, 5ഓളം ജുമാ നടക്കുന്ന പള്ളികൾ, അതുപോലെ തന്നെ ഒരു കുറേ നിസ്കാര പള്ളികളൊക്കെ വരുന്നുണ്ട്. വലിയൊരു മഹലാണ് മാരായംകുന്ന്. അതെ, ഇതാണ് ഞങ്ങൾ ഉമ്മയുടെ ഖബർ വരുന്നത്. മരണപ്പെട്ടത് 3 വർഷമായി. അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഇക്കയുടെ ഖബറും വരുന്നത്. ഇക്ക മരിച്ചിട്ടിപ്പോൾ 13 വർഷം കഴിഞ്ഞ് ഇതാണ് ഇക്കയുടെ ഖബർ വരുന്നത്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുത്തുബക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ടാണല്ലോ കുത്തുബ വരുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം കുണ്ടുകാട് പെങ്ങളെ ഖബറിൻ്റെ അടുത്ത് പോകാൻ. അൽഹംദുലില്ലാഹി الذي لا من شيء كان ولا من شيء كوى ما كان أحمده على جميع بلائه وجزيل آلائه حمدا يفوق. ഇതാണ് പെങ്ങളുടെ ഖബർ വരുന്നത്. സുബൈദ എന്നാണ് പേര്. ഇവർ ഫോട്ടോഷൂട്ടിൻ്റെ ഭയങ്കര തിരക്കാട്ടോ. നട്ട വെയിലത്ത് നിന്നിട്ടുള്ള ഫോട്ടോഷൂട്ടാണ്. കാരണം ഫോട്ടോ നന്നായി കിട്ടാനാണ് അത്ര. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു. റാഷിയുടെ ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇട്ടാ. ഫിഷ് ബിരിയാണിയാണ്. ദമ്മൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ അല്ലേ ഇഷ? ഫിഷൊക്കെ നല്ല പീസോടെ തന്നെ കിട്ടൂലേ? നല്ല ആവോലി ബിരിയാണിയാണ് കേട്ടോ. പീസ് എടുത്തിട്ട് മാറ്റില്ലെങ്കിൽ അത് ആകെ ഉടഞ്ഞ് പ്രശ്നമാവും. അപ്പം എല്ലാം
ചോറ് എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം മുകളിൽ പീസ് ഇടാം. അപ്പോൾ നമ്മളെ ബിരിയാണി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫിഷ് ബിരിയാണിയാണ്, ആവോലിയാണ് ഫിഷ്. ഓക്കെ, ഇനി ബാക്കിയുള്ള എടുക്കാം. അടുത്തത് ബീഫ് ഫ്രൈ ആണ്. ഓക്കെ, ഇനി അത് മാറ്റിക്കോ. ആ, അടുത്തത് റാഷിയുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ. ഇതെന്താ സംഭവം? സാധാ ഫ്രൈ തന്നെയല്ലേ? സ്പെഷ്യൽ ഫ്രൈ ആണെന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, എന്താ ഇഷ, ഡ്രസ്സ് മാറുണ്ടോ? ഓക്കെ, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കഴിക്കാനുള്ള പുറപ്പാടിലാണ്. ബീഫ് ബിരിയാണി, ചിക്കൻ, സാലഡ്, ചമ്മന്തി, അച്ചാർ എല്ലാം റെഡിയാണ്. ഇപ്പോൾ വാപ്പാനെ വിളിക്കാൻ പോവാണ്. ചിക്കൻ ബിരിയാണി അല്ല, ഫിഷ് ബിരിയാണി. അപ്പൊ ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയായി ആണ്. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി, ഫിഷ് ഇട്ട് കഴിഞ്ഞാൽ ഫിഷ് ബിരിയാണി, അങ്ങനെയാണ് ബിരിയാണി. ഈ ഷർട്ടഞ്ഞ് എന്താ ശോള് പറഞ്ഞേ? കൈക്കുള്ള സാധനം കടിച്ചു. എന്താ? അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ കയറിയതാണ്. അക്രമ ചൂടാണ് കേട്ടോ. അപ്പോൾ ചൂട് കാരണം ഫുഡ് എങ്ങനെയൊക്കെ കഴിച്ച് വന്ന് എല്ലാവരും ഡ്രസ്സ് മാറി. കാശ് മാത്രം മാറിയില്ല, ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറി റൂമിൽ വന്ന് കയറി. അപ്പം നമുക്ക് പുഡിംഗ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അതിന് വരും ഐസ്ക്രീമാണ്. അപ്പം എല്ലാവരും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇഷ? ആ, അർഷു ഉണ്ട് കേട്ടോ. അർഷുവിൻ്റെ അവിടെ പുഡിങ്ങാണ് കേട്ടോ, നമുക്ക് തന്നിട്ടില്ല. ഇത് കഴിഞ്ഞാൽ പുഡിങ് കൊടുന്നു തരുമോ? ഓക്കെ ഓക്കെ. അപ്പൊ അർഷുവിന് ചോറ് എവിടുന്ന കഴിച്ചേ? ആ, അർഷു ഇന്ന് ഫുള്ള് ഓരോ വീട്ടിൽ നിന്നാണല്ലേ ചോറ്? സുഹൃത്തമ്മാടുന്ന്. ഇന്നലത്തെ രാത്രിത്തെ ചോറ് എവിടുന്ന കഴിച്ചേ? ആ, ഇന്നലെ രാത്രി ഇവിടുന്ന്. ഞാൻ എൻ്റെ ഇവിടുന്ന് എപ്പോഴാ കഴിക്കണേ? രാത്രിയാ? ഇന്ന് രാത്രിക്കത്തെ ചോറ് എൻ്റെ വീട്ടിലാണ് കഴിക്കണേട്ടോ. ആ, ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെക്കും